صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ജനുവരി 30 കേരളം ഒരിക്കൽ കൂടി പ്രവാചക തിരുക്കേശത്താൽ അനുഗ്രഹീതമായ മർക്കസിലേക്ക് മിഴി തുറന്നു. സത്യദർശനത്തിന്റെ സംസ്ഥാപനത്തിനായി മക്കയുടെ ഊഷരഭൂമിയിൽ നിയുക്തരായ വിശ്വമാനവികതയുടെ സന്ദേശവാഹകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പ്രകീർത്തന മഞ്ചരിയായി പെയ്തിറങ്ങിയ മർക്കസിന്റെ എല്ലാ വഴികളും ജനുവരി 30 പുലർവേളയിൽ തന്നെ ജനനിബിഡമായി. മദീനയുടെ മലർവനിയോടുള്ള സീമയറ്റ സ്നേഹവിശ്വാസത്തിന്റെ ചിരന്തന സാക്ഷ്യരായിത്തീർന്നു മർക്കസ് ഷഅറ മുബാറക് ദർശനം. اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. തിരുകേശത്തിന്റെ പുണ്യവും മഹത്വവും നേരിട്ടനുഭവിക്കാനും ആ പുണ്യകേശത്തെ ദർശിച്ച് ജീവിതം അനുഗ്രഹീതമാക്കാനും പതിനായിരങ്ങളാണ് മർക്കസിലേക്ക് ഒഴുകിയെത്തിയത്. കണ്ണിലും ഖൽബിലും അന്ധത ബാധിച്ച് തിരുകേശത്തെ വിമർശിച്ചവരും നിന്ദിച്ചവരും മർക്കസിലേക്ക് നീണ്ട വരികളിൽ സ്ഥാനം പിടിച്ചു. ഉദയസൂര്യന്റെ കിരണങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്നതിനു മുൻപേ കേരളത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാചക സ്നേഹികൾ മർക്കസിലെത്തിയിരുന്നു. ഓരോ ഹൃദയവും കൊതിച്ചത് തിരുകേശ ദർശനമാണ്. ഓരോ നാവും ഒഴിഞ്ഞത് തിരുജീവിതത്തിന്റെ വർണ്ണാഭമായ അവദാനങ്ങളാണ്. വിശ്വാസദാർഢ്യതയുടെ കരുത്തും തിരുനബിയോടുള്ള അവാജ്യ സ്നേഹത്തിന്റെ മാധുര്യവും വികാരവായ്പും നെഞ്ചേറ്റിയ പതിനായിരങ്ങൾ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ തേജോമയമായ സാന്നിധ്യം നുകർന്നാണ് തിരുകേശം ദർശിച്ചത്. ചരിത്രത്തിന്റെ നാൾവഴികൾ താണ്ടിക്കടന്നാണ് ഷഅറ മുബാറക് ശൈഖുന കാന്തപുരത്തിന്റെ കയ്യിലെത്തിയത്. നിലയ്ക്കാത്ത ജനപ്രവാഹത്തിന്റെ നിതാന്തമായ കാത്തിരിപ്പിനിടയിലേക്കാണ് ഡോക്ടർ ഷെയ്ഖ് അഹ്മദ് മുഹമ്മദ് ഹസ്റജി വന്നിറങ്ങിയത്. ചരിത്രത്തിലേക്കുള്ള സധൈര്യമായ തിരിച്ചുവരവ്, നിയതമായ നീതിശാസ്ത്രത്തെ നട്ടുനനച്ച് നന്മയുടെ വടവൃക്ഷമാക്കി വളർത്തിയെടുത്ത നവോത്ഥാന നായകനും നന്മയുടെ സ്നേഹദൂതനുമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറവാർന്ന ജീവിതത്തെ തിരുകേശത്തിന്റെ ചരിത്ര ധന്യതയിലൂടെ പരിചയപ്പെടുത്താൻ യത്നിക്കുന്ന പ്രതിഭാധനനായ പണ്ഡിതശ്രേഷ്ഠൻ ഷെയ്ഖ് ഹസ്റജിയുടെ സാന്നിധ്യം ഷഅറ മുബാറക് ദർശനത്തിനെത്തിയ സഹസ്രങ്ങൾക്ക് കർമ്മ സാഫല്യമായി അനുഭവപ്പെട്ടു. സമസ്തയുടെ സമുന്നത സാരഥികൾ, സംഘടനാ നേതാക്കൾ, പ്രവാചക സ്നേഹികൾ, പ്രവർത്തകർ, സാദാത്തുക്കൾ, പൗരപ്രമുഖർ സർവരും തിരുകേശത്തെ ഭക്തിയാദരവുകളോടെ കൺകുളിർക്കെ കണ്ട് ആത്മനിർവൃതിയടഞ്ഞു. സുബ്ഹ് നിസ്കാരാനന്തരം നടന്ന മൗലിദ് കീർത്തനത്തോടെയാണ് ഷഅറ മുബാറക് ദർശനം ആരംഭിച്ചത്. മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഷഅറ മുബാറക് ഭക്തിയാദരവുകളോടെ ആനയിക്കപ്പെട്ടു. തിരുനബിയോടുള്ള ഇഷ്കിനാൽ തരളിതരായ ഹൃദയങ്ങൾ സ്നേഹാനുരാഗത്തിന്റെ അമൂർത്തതയിലേക്ക് ഒരു നിമിഷം അടർന്നു വീണു. ഓരോ ഹൃദയവും സ്നേഹവായ്പകളുടെ സമ്മിശ്ര വികാരങ്ങളാൽ നൊമ്പരപ്പെട്ടു. പ്രിയ ഹബീബ് അൽ അമീനിന്റെ അതുല്യമായ ആധാറുകളെ നേരിൽ കണ്ടതിലുള്ള അടങ്ങാത്ത അനുരാഗ മുഹൂർത്തത്തിനാണ് മർക്കസ് നഗരി പിന്നീട് സാക്ഷ്യം വഹിച്ചത്. സത്യ ദർശനത്തെ തകർക്കാനും അഖിലുസുന്നയുടെ രാജവീതിയെ കർമ്മകുശലതയുടെ കരുത്തുറ്റ പാഠപ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യരാക്കി
ഷെയ്ഖുന കാന്തപുരത്തെ നശിപ്പിക്കാനും ഒരു ശക്തിക്കും കഴിയില്ലെന്ന വിളംബരമായിരുന്നു സ്വപ്നനഗരിയിലും നഗരത്തിലും ജനുവരി 30 സായം സന്ധ്യ നൽകിയ സന്ദേശം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ എന്നിവരെ കൊണ്ട് പ്രൗഢമായ വേദിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നത സാരഥി താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതോടെ പരിപാടികൾ ആരംഭിച്ചു. اللهم وفقنا لما تحب وترضى. اللهم اغفر لنا ولا تجعلنا محلا للبلوى. اللهم اقبل بنا ما انزله اهل ولا تقبل بنا ما اهله. اللهم اجمع بيننا وبينهم في جنات النعيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. وداعيا إلى الله بإذنه وسراجا منيرا. الحمد لله ثم الحمد لله. أهل مليبا، مسلم كيرلا، مسلم الهند يفرح الآن بقدوم السادات الكرام والعلماء الأجلاء الدكاترة والفضلاء من البلاد العربية ومن البلاد العجمية، من الشرق والغرب، كلهم حضروا لدينا لأن يشاهدوا ولأن يباركوا تأسيس جامع الآثار، الجامع الكبرى في الهند إن شاء الله، مسجد الآثار الشريفة، وعلى رأسهم سماحة الشيخ السيد صباح الدين الرفاعي حفظه الله ورعاه، نقيب السادة الرفاعية ببغداد، وكل الناس ينظرون إلى وجه وكانوا هم ينتظرون منذ شهور وأيام
وذلك العلامة الدكتور أحمد الخزرجي حفظه الله أمير الأنصار، والسيد الشيخ حامد الكاف حفظه الله من أبو ظبي، وكذلك العلماء من شورى جمعية علماء أهل السنة والجماعة سمسكير جمعية العلماء كيرلا، السادة والعلماء والمفكرون إن شاء الله سنستمع إليهم وإلى المنشدين وإلى أناشيدهم والقصائد المدحية بمناسبة الاحتفال بمولد النبي المصطفى صلى الله عليه وسلم تحت إشراف جامعة مركز الثقافة السنية. فلنستمع الآن إلى الكلمة الترحيبية من مدير العام لمركز الثقافة السنية السيد محمد عبد الرحمن الفيضي، فليتفضل. മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി വിശിഷ്ടാതിഥികൾക്കും സദസ്യർക്കും സ്വാഗതം ആശംസിച്ചു. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാനെത്തിയ മഹാന്മാരായ നേതാക്കൾ, എല്ലാവർക്കും ഈ പരിപാടിയിൽ കൂലം കുത്തിയൊഴുകിയ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയ സഹോദരന്മാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. 33 വർഷം മുൻപ് ലളിതമായ ഒരു തുടക്കം, അതായിരുന്നു മർക്കസ് സഖാഫത്തി സുന്നിയ. ഇസ്ലാമിക സമൂഹത്തിന് ദിശാബോധം നൽകുവാൻ, വിദ്യാഭ്യാസങ്ങൾ സമന്വയിപ്പിച്ച് നമ്മുടെ തലമുറകളെ നല്ല വഴിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ആരുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശമുണ്ടായപ്പോൾ അതിനെതിരായി ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ ഇന്ത്യയിലെ മുസ്ലിംകൾ പ്രതിരോധത്തിന് വേണ്ടി ഊർജം മുഴുവൻ വിനിയോഗിച്ച് തളർന്നവശരായി നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ രാജ്യത്ത് മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ഇസ്ലാമിക മുന്നേറ്റം ഉണ്ടായത്. അങ്ങകലെ വടക്കേ ഇന്ത്യയിലും മറ്റും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒട്ടേറെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ നേതൃത്വത്തിൽ മർക്കസ് സഖാഫത്തി സുന്നിയ ഇവിടെ രൂപപ്പെടുത്തിയ ഏറ്റവും ഉന്നതമായ സംവിധാനത്തെ വളരെ അഭിമാനത്തോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ. അൽഹംദുലില്ലാഹ്, ആധുനിക വിദ്യാഭ്യാസവും ഇസ്ലാമിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് ഒരു കുടക്കീഴിൽ എല്ലാം സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം മർക്കസിന്റെ കീഴിൽ ഇവിടെ നടത്തിയപ്പോൾ മർക്കസിന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചു. ആ സ്വീകരണത്തിന്റെ അംഗീകാരത്തിന്റെ ചെറിയ ഒരു ഉദാഹരണമാണ് മസ്ജിദുൽ ആസാർ ഷഹറെ മുബാറക് മസ്ജിദിന്റെ ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് തടിച്ചുകൂടിയ ഈ ലക്ഷങ്ങളുടെ സമ്മേളനം. അൽഹംദുലില്ലാഹ്, നമുക്കൊരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കാനുണ്ട്. കേരളത്തിന്റെ 4 അതിരുകളിൽ നേരത്തെ ഒതുങ്ങി നിന്ന മർക്കസിന്റെ പ്രവർത്തനം ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രഭരണ പ്രദേശമായ അന്തമാൻ ഐലൻഡ് മുതൽ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് മർക്കസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാരെ മൂലയിലിരുത്തുവാനും അവരെ സമൂഹത്തിൽ നിന്നും നുള്ളി എറിഞ്ഞു കളയുവാനുമുള്ള ശ്രമങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെയും
ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും ബഹുമാന്യരായ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും നമ്മുടെ മറ്റു പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും നേതൃത്വത്തിൽ മർഹൂം മർക്കസിന്റെ പ്രസിഡന്റായിരുന്ന സയ്യിദ് അവേലത്ത് തങ്ങൾ അടക്കമുള്ള ആ നേതാക്കളുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു മുന്നേറ്റം, ഒരുപക്ഷെ കേരളീയ ചരിത്രത്തിൽ ഇത്രയധികം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു പണ്ഡിത നിര ഉണ്ടാവുകയില്ല. പക്ഷേ ആ ആരോപണങ്ങളെ പുഞ്ചിരിയോടുകൂടി നേരിടുകയും ഓരോ എതിർപ്പും വരുമ്പോൾ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് വരാൻ സാധിക്കുകയും ചെയ്ത രാജ്യത്തെ ഒരേ ഒരു പ്രസ്ഥാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, മർക്കദു സഖാഫത്തി സുന്നിയയാണ്. ആരെല്ലാം അതിനോട് ഏതെല്ലാം എതിർപ്പുകൾ കാണിച്ചോ ആ സമയത്തെല്ലാം മർക്കദിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലും വളരെ മാന്യമായ സമീപനങ്ങൾ സ്വീകരിച്ച മർക്കസിന്റെ നിലപാട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും SSF-ന്റെയും SMA-യുടെയും ജമിയത്തുൽ മുഅല്ലിമിന്റെയും നിലപാട് ഈ രാജ്യത്തെ ബഹുജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയോടെയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഷഹറെ മുബാറക് മസ്ജിദ് ശിലാസ്ഥാപന ചടങ്ങും അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസും ആരംഭിച്ചത്. മസ്ജിദുൽ ആസാറിന് ഇന്ന് തറക്കല്ലിടുകയാണ്. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളോട് ഒരു വാക്ക് മാത്രം സ്നേഹത്തിനു വേണ്ടി പറയട്ടെ. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പള്ളി വേണ്ടെടുത്ത് പള്ളി, മദ്രസ വേണ്ടെടുത്ത് മദ്രസ, സ്ഥാപനങ്ങൾ വേണ്ടെടുത്ത് സ്ഥാപനം, പ്രഭാഷണം, ഖണ്ഡനം, സംവാദം, പുസ്തകങ്ങൾ, പ്രബോധക സംവിധാനങ്ങൾ, സംഘടനാ മുന്നേറ്റങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ എല്ലാം സമർത്ഥിച്ച ആ മഹാമനീഷ നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും തന്നു. ആ മുന്നേറ്റ വീതിയിൽ നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം കേരളത്തിലെ സുന്നി സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റിയെഴുതാൻ കഴിയാത്ത മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കി. ആ മഹാമനീഷിയുടെ ജീവിതത്തൊടിപ്പിൽ നിന്ന് ആത്മീയതകൾ നമ്മൾ വായിച്ചറിഞ്ഞു. ബഹുമാനപ്പെട്ട ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഷഅർ മുബാറക് ദർശിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ കേരളീയ മുസ്ലിങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഖമറുൽ കാന്തപുരം ഉസ്താദിന് പകരം നൽകാൻ ഹൃദയാന്തരത്തിൽ നിറച്ചുവെച്ച സ്നേഹമാണ്, പ്രാർത്ഥനയാണ് നമുക്കുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാ സമയത്തും ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അപൂർവ രംഗത്തിനാണ് സ്വപ്നനഗരി പിന്നീട് സാക്ഷ്യമായത്. ഷഹറെ മുബാറക് വിരോധികളുടെ ജൽപ്പനങ്ങൾക്കുള്ള സത്യവിശ്വാസികളുടെ കരുത്തുറ്റ മറുപടിയും പ്രതികരണവുമാണ് സ്വപ്നനഗരിയിലേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ നൽകിയത്. കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കിയ പ്രവാചക സ്നേഹികൾ ഷേഖുന കാന്തപുരം ഉസ്താദിന്റെയും ഡോക്ടർ അഹമ്മദ് ഗസനജിയുടെയും വാക്കുകൾക്കായി മണിക്കൂറുകളോളം അക്ഷമരായി കാത്തുനിന്നു. സഹസ്രങ്ങൾ സ്നേഹസാഗരമാക്കിയ സ്വപ്നനഗരിയിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഷേഖ് ഗസനജി വേദിയിലേക്കെത്തിയതോടെ ജനങ്ങൾ ആവേശ തിരമാലയിൽ തക്ബീർ വിളിച്ചു. സ്നേഹപ്രകീർത്തനങ്ങളുടെ കാവ്യസുധയിൽ ജനലക്ഷങ്ങൾ സർവവും മറന്ന് ലയിച്ചിരിക്കെ സത്യവിശ്വാസികളുടെ കാതിലേക്ക് കാതരമായ ആ ശബ്ദം ഒഴുകിയെത്തി. ചരിത്രം കാതോർത്ത സുവർണ നിമിഷം. വേതാള സമാനരായ ജൽപ്പനവാദികളുടെ വൈതരണികൾ മറികടന്ന് ഷഹറെ മുബാറക് ശിലാസ്ഥാപന കർമ്മത്തിന് സാക്ഷികളാവാനെത്തിയ ജനലക്ഷങ്ങൾ കാത്തിരുന്ന ആ ചരിത്ര മുഹൂർത്തം ഡോക്ടർ ഷെയ്ഖ് അഹമ്മദ് ഗസനജിയുടെയും ഷെയ്ഖ് സബാഹുദ്ദീൻ റിഫാഇ ബഗ്ദാദിന്റെയും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെയും സാന്നിധ്യത്തിൽ താജുൽ ഉലമ അസയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മസ്ജിദുൽ ആസാറിന്റെ ശിലാസ്ഥാപന കർമ്മത്തിന് തുടക്കം കുറിച്ചു. കേരള ചരിത്രത്തിൽ
തുല്യതയില്ലാത്ത കയ്യൊപ്പായിരുന്നു മസ്ജിദുൽ ആസാറിന്റെ ശിലാവിന്യാസം. 40 പണ്ഡിതന്മാർ 40 ശിലകൾ പ്രത്യേകം സജ്ജമാക്കിയ പ്രതലത്തിൽ എടുത്തുവെച്ചപ്പോൾ വർണ്ണാഭമായ കാഴ്ചകൾ വിരിയിച്ച് മസ്ജിദുൽ ആസാറിന്റെ രൂപം അനാവൃതമായി. സമുന്നതരായ പണ്ഡിത ശ്രേഷ്ഠരുടെ അനുഗ്രഹീത കരങ്ങളാൽ ശിലപാകിയ മസ്ജിദുൽ ആസാറിനെ സാക്ഷി നിർത്തി ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് ഖസ്റജി ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയത്തിനും കൂടി ശിലാസ്ഥാപനം നിർവഹിച്ചു. തീരം തേടും തിരികളെപ്പോലെ ഒഴുകിയെത്തിയ തക്ബീർ ധ്വനികളുടെ മർമ്മരത്തിൽ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് ഖസ്റജി കാലവും ചരിത്രവും കാതോർത്ത ശബ്ദം മുഴക്കി. തിരുകേശ വിരോധികളുടെ നെഞ്ചിലേക്ക് ചാട്ടുളി പോലെ ആ ശബ്ദം ശക്തിയോടെ ആഴ്ന്നിറങ്ങി. തടുക്കാൻ കഴിയാത്ത ആ വാക്പ്രവാഹത്തിന് മുൻപിൽ പ്രവാചക വിരോധികൾ നിലം പരിശായി. നമുക്ക് കാതോർക്കാം ആ വാക്കുകൾക്കായി. والصلاة والسلام على سيد الأولين والآخرين سيدنا ومولانا محمد وعلى آله وصحبه لا سيما الأنصار والمهاجرين ومن تبعهم بإحسان إلى يوم الدين. صاحب الفضيلة تاج العلماء السيد عبد الرحمن البخاري أطال الله عمره الشريف، فضيلة مولانا الشيخ أبو بكر أحمد مسليار، حضرة المكرم الشيخ السيد صباح بن أحمد الرفاعي الهاشمي، حضرة المكرم السيد عبد العزيز بغدادي، حضرة الموقر الوجيه السيد حامد الكافي الهاشمي، أصحاب الفضيلة والسماحة، أخوان الحضور، السلام عليكم ورحمة الله تعالى وبركاته. إنه من دواعي السرور أيها الأخوة الأعزاء أن أكون اليوم بينكم في هذا الاحتفال العظيم لإحياء ذكرى المولد النبوي الشريف، مولد خير الأنام وسيد ولد عدنان
الذي بعثه الله رحمة للعالمين، حيث قال جل جلاله: وما أرسلناك إلا رحمة للعالمين. وتشمل كلمة العالمين جميع خلق الله، ليس البشر فقط بل سائر المخلوقات من الإنس والجن والملائكة والدواب وكل ما خلق الله، وكل ما خلق الله مما نعرف ومما لا نعرف. صلى الله عليه وسلم يا سيدي يا رسول الله وعلى آلك وصحبك أجمعين. ലോകം മുഴുവൻ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എത്രമാത്രം സന്തുഷ്ടനാണെന്നോ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ തന്നെ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഈ വിശ്വപ്രപഞ്ചത്തിന് മുഴുവനും അനുഗ്രഹമായിട്ട് നിയോഗിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മനുഷ്യർക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും എന്നല്ല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അവർക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. كما يسعدني أن أمثل الأنصار من أبناء قبيلة الخزرج والأوس، أبناء أنصار خير البرية صلى الله عليه وسلم في مختلف العالم في هذا الاحتفال العظيم المجيد. നിങ്ങളെ ഇവിടെ അഭിമുഖീകരിക്കുമ്പോൾ ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയപ്പോൾ മദീനയിൽ അവരെ സ്വീകരിച്ചു വേണ്ടതൊക്കെ ചെയ്ത ഔസ് ഖസ്റജ് എന്നീ രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് വരുന്ന ലോകത്ത് മന്ത്രിച്ചു കിടക്കുന്ന മുഴുവൻ അൻസാരികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് കൂടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമാണ്. إن المسلمون اليوم في شتى بقاع الأرض يحتفلون في شهر ربيع بإحياء ذكر المولد النبوي الشريف. وقد أتيت من دولة نيجيريا وقد أقيم احتفال ضخم حضره 4 ملايين حسب تقدير قناة الBBC الإنجليزية. شارك فيه أمراء نيجيريا وأعضاء الحكومة. ലോകം മുഴുവൻ മൗലിദ് ആഘോഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല. ഞാൻ കേരളത്തിലേക്ക് നിങ്ങളെ കാണാൻ എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? നൈജീരിയയിൽ നിന്നാണ്. നൈജീരിയയിൽ ഞാൻ സംബന്ധിച്ച മൗലിദ് യോഗത്തിൽ BBC-യുടെ റിപ്പോർട്ട് പ്രകാരം 40 ലക്ഷം വിശ്വാസികൾ സംബന്ധിച്ചിരുന്നു. മാത്രമല്ല ആ മൗലിദ് യോഗങ്ങളിൽ നൈജീരിയയുടെ വിവിധ സ്റ്റേറ്റുകളുടെ ഭരണാധികാരികളായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് എന്ന കാര്യം കൂടി നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. وكنا في أبو ظبي يوم الثلاثاء الماضي نحتفل بذكرى المولد النبوي الشريف في منزل الوجيه الأخ السيد حامد الكاف. ويوم الخميس الماضي أقيم مولد ضخم في سلطنة عمان بحضوري، وقد تبارك الحضور بالشعارات الشريفة لحضرة سيد الخلق صلى الله عليه وآله وصحبه وسلم. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച അബുദാബിയിലെ പൗരപ്രമുഖനായിരുന്ന സയ്യിദ് ഹാമിദുൽ കാഫിന്റെ വീട്ടിൽ വളരെ വലിയ രീതിയിലുള്ള മൗലിദ് പരിപാടിയിൽ ഞങ്ങളൊക്കെ സംബന്ധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച സൽത്തനത്ത് ഒമാനിൽ വളരെ വലിയ മൗലിദാഘോഷം നടന്നു. ഈ പറയുന്ന പല മൗലിദ് സദസ്സുകളിലും മൗലിദ് പാരായണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറേ മുബാറക് കൊണ്ട് വിശ്വാസികൾക്ക് ബറക്കത്തെടുക്കാനുള്ള അവസരവും കൂടി ഉണ്ടായിരുന്നു. إن معظم البيوت الكبيرة للأسر المعتمدة في دولة الإمارات ودول الخليج العربي يقيمون الاحتفال بهذه المناسبة العظيمة طوال شهر الربيع كل يوم في بيت.